ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ കോഴിക്കോട്ടെ അതിഥി തൊഴിലാളികളുടെ വീടുകളിൽ എക്സൈസ് സംഘത്തിന്റെ പരിശോധന നടക്കുകയാണ്. അവിടെ നിന്ന് ലഹരി പിടികൂടിയിട്ടുണ്ട്, ബ്രൗൺ ഷുഗർ അടക്കം പിടികൂടിയിട്ടുണ്ട്. ദൃശ്യങ്ങളൊക്കെ നേരത്തെയും വ്യാപകമായി പ്രചരിച്ചതാണ്. ബെൻസൺ ഉണ്ട് നമുക്കൊപ്പം. ബെൻസൺ, നേരത്തെ എക്സൈസ് പരിശോധന ആരംഭിച്ച സമയത്ത് ഈ അതിഥി തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവരെ അവിടെ എത്തിച്ചുള്ള തെളിവെടുപ്പാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. സേതുലക്ഷ്മി, അങ്ങനെയല്ല. നമ്മൾ ഈ പരിശോധനയ്ക്കായി ഇവിടെ എത്തിയപ്പോൾ, എക്സൈസ് സംഘം ആദ്യഘട്ടത്തിൽ പരിശോധനയ്ക്കായി ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഈ അതിഥി തൊഴിലാളികളായിട്ട്, അതായത് ഈ റൂമിൽ താമസിച്ചിരുന്ന ഇവർ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നില്ല. അവർ പുറത്തേക്ക് പോയതായിരുന്നു. അങ്ങനെ ഏറെ നേരത്തെ പരിശോധനയ്ക്കിടയിലാണ് നേരത്തെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ട പോലെയുള്ള ലഹരി മരുന്നുകൾ നമ്മൾക്ക് ലഭിച്ചത്. എക്സൈസ് സംഘത്തിന് ലഭിച്ചത് ബ്രൗൺ ഷുഗർ അടക്കമുള്ള ലഹരി മരുന്നുകൾ ഇവിടെ നിന്ന് ലഭിച്ചത്. തുടർന്ന് അല്പസമയത്തിന് ശേഷം ഇവർ മറ്റൊരു സ്ഥലത്ത് നിന്നും, അപ്പോഴേക്കും ഇവിടെ നിന്നും എക്സൈസ് സംഘവും പോലീസും മാറിയിരുന്നു. അതിനുശേഷമാണ് അവർ രണ്ടുപേരും, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ യുവാവും അതോടൊപ്പം തന്നെ യുവതിയും, അവർ തന്നെയാണ് നമ്മൾ നേരത്തെ ആദ്യം കണ്ടിട്ടുള്ള ലഹരി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങളിലുള്ളത്. അവർ രണ്ടുപേരും തന്നെയായിരുന്നു. അപ്പോൾ അവർ കുറച്ച് സമയത്തിന് മുൻപ്, അല്പസമയം മുമ്പാണ് ഇവിടേക്ക് എത്തിയത്. അപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ അവരെ വാതിൽ പൂട്ടിയിടുകയും തുടർന്ന് പോലീസിനെയും എക്സൈസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് എക്സൈസ് സംഘവും പോലീസ് സംഘവും എത്തി അവരുടെ പരിശോധന നടത്തുന്നതാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അവരുടെ പക്കൽ നിന്നുമാണ് അവർ ലഹരി ഉപയോഗിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇന്ന് രാവിലെ നൽകിയിട്ടുണ്ടായിരുന്നത്. അവർ രണ്ടുപേരും, ഈ യുവാവും അതോടൊപ്പം തന്നെ ആ സ്ത്രീയും, ലഹരി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങളാണ് അതാണ് നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ അവർ തന്നെയാണ് ഇപ്പോൾ, അവരുടെ റൂമിലാണ് ഇപ്പോഴും പരിശോധന നടക്കുന്നത്. ഇരുവരെയും ഇപ്പോൾ തന്നെ കസ്റ്റഡിയിലെടുക്കും. ഏകദേശം 3 ഡപ്പികളിലായിരുന്നു ഈ ബ്രൗൺ ഷുഗർ ഉണ്ടായിരുന്നത്. അതിൽ ഒന്ന് ലഭിച്ചത് ബാഗിനുള്ളിൽ നിന്നും, അതോടൊപ്പം തന്നെ ബാക്കി 2 ലഭിച്ചത് അരിയിൽ പൂഴ്ത്തിയ നിലയിലുമായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റ് ഉപയോഗിച്ച് തീർന്ന 3 ഡപ്പികളും ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ അളവിൽ തന്നെ ബ്രൗൺ ഷുഗർ ഇവരുടെ പക്കൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഈ രാസ ലഹരികൾ അതിഥി തൊഴിലാളികൾക്കിടയിലും അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലും വ്യാപകമാകുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കഞ്ചാവ് അടക്കമുള്ള ലഹരികളായിരുന്നു ഇത്രയും കാലം ആളുകൾക്കിടയിൽ കാര്യമായി വ്യാപിച്ചിരുന്നതെങ്കിൽ, എന്നാൽ അങ്ങനെയല്ല. മലയോര മേഖലകളിൽ പോലും ഇത്രത്തോളം വലിയ അളവിൽ ഈ ബ്രൗൺ ഷുഗർ അടക്കം വ്യാപിക്കുന്നു എന്നതിന്റെ തെളിവുകളാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഇടപെടൽ എക്സൈസ് സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. നമ്മൾ വാർത്ത നൽകി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എക്സൈസ് സംഘം എത്തുകയും പരിശോധന നടത്തുകയും ഈ ബ്രൗൺ ഷുഗർ അടക്കം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. തുടർന്നതായി ഇപ്പോൾ പ്രതികളെയും പിടികൂടിയിരിക്കുന്നു. തുടർ നടപടികളിലേക്ക് കടക്കുകയാണിപ്പോൾ. ഇരുവരുടെയും ദേഹപരിശോധന, അതോടൊപ്പം തന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ബാഗുകളിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നതിന്റെ പരിശോധന നടത്തുന്നു. വനിതാ കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു. അവർ ആ യുവതിയെ പരിശോധന നടത്തുകയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പരിശോധനയ്ക്കിടയിൽ ഇവർ ഏകദേശം 1 മാസക്കാലമായിട്ടേ ഉള്ളൂ ഇവിടെ വന്ന് ഈ താമസം തുടങ്ങിയിട്ട്. അപ്പോൾ ഇവർ താമസിക്കുന്ന റൂമിന്റെ ഉടമസ്ഥൻ യാതൊരു വിധത്തിലുള്ള ID കാർഡോ ഒന്നും തന്നെ നൽകിയിട്ടുണ്ടായിരുന്നില്ല. യാതൊരു വിധത്തിലുള്ള രേഖകളും നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവരുടെ ഈ രേഖകൾ നൽകാൻ പറയുമ്പോൾ അവരുടെ കയ്യിൽ രേഖകളൊന്നും തന്നെ ഇല്ല എന്ന തരത്തിലുള്ള മറുപടിയാണ് അവർ നൽകുന്നത്. അവരുടെ കയ്യിൽ യാതൊരു വിധത്തിലുള്ള രേഖകളുമില്ല. ഇവരുടെ പേരോ അല്ലെങ്കിൽ ഇവർ എവിടെ നിന്നുള്ള ആളുകളാണ് എന്നത് അറിയുന്നതിനാവശ്യമായിട്ടുള്ള രേഖകളൊന്നും തന്നെ ഇവരുടെ പക്കലില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ പലതരത്തിലുള്ള ന്യായീകരണങ്ങളാണ് നൽകുന്നത്. അപ്പോൾ വലിയ തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് വന്ന ആളുകളാണോ എന്ന സംശയം അടക്കം പോലീസിനും എക്സൈസിനും ഉണ്ട്. അതിനാൽ തന്നെ കൃത്യമായിട്ടുള്ള പരിശോധനകൾ ഇനിയും പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇവരുടെ കയ്യിൽ നിന്ന്, ഇവരുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിന്ന് വലിയ ലഹരി ശേഖരം തന്നെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എവിടെ നിന്നും ലഹരി കിട്ടി? ഈ കൂടുതൽ കണ്ണികളിലേക്കൊക്കെ അന്വേഷണം എത്തേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇവരിപ്പോ ഈ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നാണോ? പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒന്നും പറയുന്നില്ലെന്നാണോ? അതായത് സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഉത്തരം നൽകാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇവരുടെ ID കാർഡ് ഉൾപ്പെടെയുള്ളവ ചോദിക്കുന്നു, എന്നാൽ അത് കൃത്യമായി നൽകാൻ അവർക്ക് സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എവിടെ നിന്നാണ് ഇവർക്ക് ഈ വലിയ അളവിൽ ഈ ബ്രൗൺ ഷുഗർ അടക്കമുള്ള ഈ ലഹരി വസ്തുക്കൾ ലഭിച്ചത് എന്നതിനെപ്പറ്റി വ്യക്തത വരേണ്ടതുണ്ട്. അത് കൂടുതൽ ചോദ്യം ചെയ്യലേ മനസ്സിലാകുള്ളൂ. അതോടൊപ്പം തന്നെ ഇവിടെ എത്തി ആളുകൾ, അതായത് ഈ റൂമിലേക്ക് ഇവരെ കൊണ്ടുവന്ന് മറ്റാളുകൾ, മലയാളികളായിട്ടുള്ള യുവാക്കളടക്കം ലഹരി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അതിൽ അവരുടെ സംഭാഷണങ്ങൾ അടക്കമുണ്ട്. വേണോ എന്ന് ചോദിക്കുന്നത് അടക്കം നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ എങ്ങനെയാണ് ആളുകളെ ഇവിടേക്ക് എത്തിക്കുന്നത്, ഇവരുടെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകളെ ഇവർക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്, ഇവർക്കാരാണ് ലഹരി നൽകുന്നത് എന്നതിനെല്ലാം ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഇത്രയും കാലം ഈ കഞ്ചാവ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലഹരികളായിരുന്നു വ്യാപിച്ചിരുന്നതെങ്കിൽ ഈ ബ്രൗൺ ഷുഗർ, MDMA അടക്കമുള്ള ലഹരി വസ്തുക്കൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ മേഖലകളിലെല്ലാം തന്നെ വ്യാപിക്കുന്നു എന്നതിന്റെ തെളിവുകളാണിത്. അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ എക്സൈസ് സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ട്. അപ്പോൾ ഇനി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ
ഇവരുടെ പക്കൽ നിന്നും ഏകദേശം 3 ഡപ്പികളിലായിട്ടായിരുന്നു ഈ ബ്രൗൺ ഷുഗർ കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോഴും പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരുടെ പക്കൽ കൃത്യമായിട്ടുള്ള രേഖകളൊന്നും തന്നെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള രേഖകളൊന്നും തന്നെ ഇവരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നില്ല. അപ്പോൾ ഇവർ ഏത് നാട്ടുകാരാണ്, ഏത് നാട്ടിൽ നിന്ന് വന്ന ആളുകളാണ് എന്നതിൽ പോലും ഒരു വ്യക്തത വരുന്നില്ല. അതിൽ ഈ കെട്ടിട ഉടമസ്ഥന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയുണ്ട്. അവർ ഇത്തരത്തിൽ ആളുകൾക്ക് വീട് വാടക നൽകുമ്പോൾ, പ്രത്യേകിച്ച് ഇതര സംസ്ഥാനത്ത് നിന്ന് എത്തുന്ന ആളുകളാകുമ്പോൾ അവരുടെ കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റുകൾ മേടിച്ചു വെക്കണം എന്ന നിയമം നിലവിലുള്ളതാണ്. അത്തരത്തിൽ ഡോക്യുമെന്റുകൾ കൃത്യമായി മേടിച്ചു വെച്ചതിന് ശേഷം മാത്രമേ ID കാർഡുകൾ മേടിച്ചു വെച്ചതിന് ശേഷം മാത്രമേ വീട് വാടകയ്ക്ക് നൽകാവൂ, താമസിക്കാൻ നൽകാവൂ എന്നൊരു നിയമം നിലനിൽക്കുന്നതാണ്. എന്നാൽ അതും പാലിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ നിലവിൽ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ പക്കൽ നിന്നും വലിയ അളവിൽ ലഹരി കണ്ടെത്തിയിരിക്കുന്നു. ഇവർ ഇവിടെ വെച്ച് തന്നെയാണ് ഈ ലഹരി ഉപയോഗിച്ചത് എന്നത് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. വീടിനകത്ത് നിന്നും അരിയിലടക്കം പൂഴ്ത്തിയ നിലയിലാണ് ഈ ലഹരി വസ്തുക്കൾ കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ ഇവരുടെ കയ്യിൽ യാതൊരു വിധത്തിലുള്ള രേഖകളുമില്ല. അപ്പോൾ ഇവരാരാണ് എന്ന് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ ഇവർക്ക് ഹാജരാക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കാര്യങ്ങൾ പോകണം. ഇവർ എവിടെ നിന്നും ഇവിടെ വന്ന ആളുകളാണ്, ഇവർ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം എന്താണ്, അതോടൊപ്പം തന്നെ ഇവർക്ക് മാത്രമേ ഉള്ളൂ അതോ മറ്റാരെങ്കിലും കൂടെ ഉണ്ടോ? നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഇവിടെ മറ്റ് ആളുകളുമായി, നാട്ടുകാരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്ന ഇവർ 2 പേർ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. ഭാര്യ ഭർത്താവ് എന്ന നിലയിലാണ് താമസിക്കുന്നത് എന്നാണ് ആളുകൾ പറയുന്നത്. എന്നാൽ അതിനൊന്നും കൃത്യമായിട്ടുള്ള തെളിവുകൾ ദൃശ്യങ്ങളിൽ ഒരുപാട് പേരുണ്ടായിരുന്നു അല്ലേ? അതെ, ആ ദൃശ്യങ്ങളിൽ നമ്മൾ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ദൃശ്യങ്ങളിൽ മലയാളികൾ ഉൾപ്പെടെ അതിലുണ്ട്, മലയാളി യുവാക്കൾ ഉൾപ്പെടെ അതിലുണ്ടായിരുന്നു. അതായത് ഈ ലഹരി ഉപയോഗിക്കാനായി ഇവിടേക്ക് എത്തിയ ആളുകളാണത്. അതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളും മലയാളികളായിട്ടുള്ള ആളുകളും ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് ഇവർ ഈ ബാറിൽ വെച്ചോ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ വെച്ച് ആളുകളെ കാണുകയും സംസാരിക്കുകയും, ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ കാണുകയും സംസാരിക്കുകയും, ഞങ്ങളുടെ കയ്യിൽ ഇത്തരത്തിൽ ലഹരി ഉണ്ട് എന്ന് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടുവരികയും അവർക്ക് ഈ ലഹരി നൽകുകയും ചെയ്യുന്ന ആ രീതിയിലായിരുന്നു ഇവർ പ്രവർത്തിച്ചിരുന്നത് എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവരോട് നേരിട്ട് സംസാരിക്കുമ്പോൾ ഇവരുടെ ഹിന്ദി നമുക്ക് അത്രത്തോളം മനസ്സിലാകുന്നില്ല. പ്രാദേശികമായിട്ടുള്ള തലത്തിലുള്ള ഹിന്ദിയാണ് സംസാരിക്കുന്നത്. അതിനാൽ തന്നെ നമുക്ക് അതിലൊരു കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 2 പേരാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന യുവാവും യുവതിയുമാണ് ഈ റൂമിൽ താമസിച്ചിരുന്നത്. ഇതേ റൂമിൽ വെച്ച് തന്നെയായിരുന്നു ഇവർ ലഹരി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇവിടെ നിന്നും തന്നെ ഇവിടെ നടത്തിയ പരിശോധനയിലാണ് ഇത്രത്തോളം ബ്രൗൺ ഷുഗർ കണ്ടെത്തിയിട്ടുമുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവരുടെ പക്കൽ കൃത്യമായിട്ടുള്ള രേഖകൾ അത് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അപ്പോൾ കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇവർ തമ്മിലുള്ള ബന്ധം എന്ത് എന്നതിൽ വ്യക്തത വരേണ്ടതുണ്ട്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ലഹരി വസ്തുക്കൾ എവിടെ നിന്ന് വന്നു, ഒരുപാട് കാര്യങ്ങളിൽ ഇനി വ്യക്തത വരണം. പ്രത്യേകിച്ച് ഈ ലഹരിയുടെ ഉറവിടം സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. അതിനൊക്കെ പുറമെ ഇവരുടെ താമസ രേഖകളിലടക്കം ഇവർക്ക് വ്യക്തതയില്ല. ഇവരുടെ കയ്യിൽ താമസ രേഖകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇവരുടെ പശ്ചാത്തലം എന്താണെന്നുള്ള കാര്യമൊക്കെ അറിയേണ്ടതുണ്ട്. അപ്പം വരും മണിക്കൂറുകളിലൊക്കെ പോലീസ് ഇതിലൊരു സ്ഥിരീകരണം നൽകും, ഒരു വ്യക്തത വരുത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പ്രിയപ്പെട്ടവരെ, ന്യൂസ് മലയാളം ബിഗ് ഇമ്പാക്റ്റ് ആണ്. കോഴിക്കോട് ആനയാംകുന്നിൽ അതിഥി തൊഴിലാളികളുടെ ക്വാർട്ടേഴ്സിൽ എക്സൈസ് പരിശോധന നടത്തുന്നത്. ന്യൂസ് മലയാളമാണ് ഈ വാർത്ത ആദ്യമായി പുറത്തുവിടുന്നത്. അതിന് പിന്നാലെ ഇതിൽ പോലീസ് എക്സൈസ് ഇടപെടുന്നു. അവിടെ പരിശോധന നടക്കുന്നു. അവിടെ നിന്നും ബ്രൗൺ ഷുഗർ അടക്കം കണ്ടെത്തിയിരിക്കുന്നു. പിന്നാലെ ആ വീട്ടിൽ താമസിക്കുന്നവരെ അവിടേക്ക് എത്തിച്ച് നടത്തിയ തെളിവെടുപ്പ്. ഈ തെളിവെടുപ്പിലാണ് ഇവർക്ക് കൃത്യമായ താമസ രേഖകൾ ഇല്ല എന്ന് വരെ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോഴും അവിടെ പരിശോധന നടക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ബെൻസൺ ബാബു. വരും മണിക്കൂറുകളിലും വരും സമയങ്ങളിലും നമ്മൾ വീണ്ടും ഈ വാർത്തയിലേക്ക്, ഈ വിഷയത്തിലേക്ക് തന്നെ മടങ്ങിയെത്തും.